പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, ഫ്ലിപ്കാർട്ടിന്റെ സൂപ്പർ മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനില്ലേ, അപ്പൊ ഇതില് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്യാഷ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായിട്ട് പോകുന്നത് എന്ന് പല ആൾക്കാരും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, അത് എങ്ങനെ നമുക്ക് ഡിസേബിൾ ആക്കി ഇടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നേരെ വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഏകദേശം എല്ലാവരും തന്നെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ആണ് പല പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ പേയ്മെന്റ് ആയിക്കോട്ടെ, ഓൺലൈനായിട്ട് നമ്മൾ സ്പോട്ടിഫൈ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിന്റെ പേയ്മെന്റുകൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ ഗൂഗിൾ പേ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഗൂഗിൾ പേ, ഫോൺ പേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒന്നുമല്ല. കാരണം അവർക്ക് ബെനിഫിറ്റ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ നിലനിൽക്കുന്നതും നമ്മളെ നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യുന്നു. പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഫോൺ പേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് ₹1 വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റീചാർജ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ബിൽ പേയ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൺവീനിയന്റ് ഫീ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെറിയ എമൗണ്ട് പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാളിൽ നിന്ന് അവർക്ക് ഒരു ₹1 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 CR കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് വരുന്ന റവന്യൂ കാര്യങ്ങളൊക്കെ എത്രയായിരിക്കും? ഒരു കസ്റ്റമർ അവർക്ക് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നിരുന്നാലും ആ ഒരു കസ്റ്റമറിനെ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സംഭവമാണ്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യത്തിലോട്ടാണ്. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംഭവത്തിലോട്ടാണ്. അതായത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സ്പോട്ടിഫൈ, അതുപോലെ തന്നെ കുക്കു FM അങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ നമ്മൾ ഇപ്പൊ മന്ത്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ₹120 അല്ലെങ്കിൽ ₹130 ഒക്കെ നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ 1 മന്ത് ഒക്കെ ചെയ്ത് വെക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേയോ അല്ലെങ്കിൽ സൂപ്പർ മണി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലോ നമ്മൾ ഓട്ടോ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇനേബിൾ ആക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നമ്മൾ നോക്കുക പോലും ചെയ്യൂല, നമ്മൾ ശ്രദ്ധിക്കത്തില്ല അങ്ങനെ. അപ്പൊ അങ്ങനെ ചെയ്തെല്ലാം കഴിയുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ആണോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു മാസത്തേക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പൊ ആ ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷനോ സംഭവങ്ങളോ ഒന്നും വന്നിട്ടുണ്ടാവില്ല ചില ഫോണിൽ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇത് ഇവിടുന്ന് ഈ പേയ്മെന്റ് വന്നു. കാരണം നമ്മുടെ ഫോണിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം മൊത്തത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. അങ്ങനെയാണ് ഈ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഓട്ടോ ഡെബിറ്റ് ആയി പോകുന്നത്. അപ്പൊ അങ്ങനെ ഓട്ടോ ഡെബിറ്റ് ആവുന്നത് നമുക്ക് ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ സൂപ്പർ മണി ആപ്ലിക്കേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പൊ ഇത് സെപ്പറേറ്റ് ബാങ്ക് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് പൈസ എടുത്തിട്ട് പോകുന്ന പരിപാടിയൊന്നും അല്ല. അത് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിന്റെ സൂപ്പർ മണി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുക, അതായത് അതിന്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗിഫ്റ്റ് ഫ്രീ ക്യാഷ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അപ്പൊ അവിടെ അക്കൗണ്ട് ഇത് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ UPI ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മാനേജ് UPI ID, UPI നമ്പർ, ഓട്ടോ പേ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ പെൻഡിങ്, അപ്രൂവ്ഡ്, അതർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിൽ അപ്രൂവ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ, ഓട്ടോ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനേബിൾഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ C5ന്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ 25 ജനുവരിക്ക് എടുത്തിട്ടുണ്ട്, ₹149, 3 മാസത്തേക്കാണ്. അപ്പൊ അതില് എനിക്ക് ഓട്ടോ പേയ്മെന്റ് സ്റ്റാർട്ട് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 മാസം സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഒരു പേയ്മെന്റ് ഓട്ടോ ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള എല്ലാ സംഭവം കാണാൻ സാധിക്കും. അപ്രൂവ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു UPI ഓട്ടോ പേയ്മെന്റ് സംഭവവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നോക്കുക. അപ്പൊ അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് സൂപ്പർ മണി ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ. ഗൂഗിൾ പേയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ GPay ആപ്ലിക്കേഷനിൽ കയറുക. GPay ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അവിടെ നിങ്ങളുടെ മെയിൽ ID സെക്ഷൻ ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ, അവിടേക്ക് വരിക. അവിടേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും താഴെ. അപ്പൊ അതിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ലൈവ്, പെൻഡിങ്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ പെൻഡിങ്ങിലും ഇല്ല, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലൈവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്താൽ മതി. ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അറിയാണ്ട് ഫണ്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു രീതിയിലൂടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് അടിച്ച് മാറ്റുന്നത് വേറെ ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊന്നും അല്ല. നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് തന്നെയാണ് നമുക്കിട്ട് പണി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഡിസേബിൾ ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ ഡെബിറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അടിപൊളിയായിട്ടുള്ള കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.